അയാളുടെ അന്തം എടുത്തു. ആര് വിളിച്ചെന്ന് അറിയില്ല അങ്കിൾ. പലതവണയായി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം അന്വേഷിച്ചാ പോരാ, ഒരു സിറ്റിയുടെ മുഴുവൻ ചുമതലയുണ്ട്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. അങ്കിൾ, ഹലോ അങ്കിൾ. മുസ്ലിം പള്ളി ആക്രമിച്ചു, മതപുരോഹിതനെ വെട്ടിക്കൊന്നു. ഇന്നലെ രാത്രി മുഖം മൂടിയിട്ട ഏതാനും അക്രമികൾ തേയിക്കൽ ജുമായത്ത് പള്ളിയിൽ അതിക്രമിച്ചു കടന്ന് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുസ്ലിയാർ ഇബ്രാഹിംകുട്ടി എന്ന 33-കാരനെ ക്രൂരമായി വെട്ടിക്കൊന്നു. പോലീസ് അന്വേഷണം തുടരുന്നു. അതിന് നമ്മൾ എന്ത് വേണം? ഞാനൊരു ബിസിനസ്സുകാരനാണ്. പള്ളിയുടെ എന്തിനും കാര്യം പറഞ്ഞ് ചിങ്ങളുടെ കൂട്ടത്തിൽ റോട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ കൂട്ടർ മാത്രമല്ലല്ലോ, എല്ലാ മതക്കാരും സംഘടനകളും ഉണ്ട്. പ്രകടനം നയിക്കുന്ന എന്നെ മാഡമാണ്. ഇന്നത്തെ പ്രതിഷേധ പ്രകടനം മാഡമാണ് നയിക്കുന്നത് കേട്ടല്ലോ. അവർ നിർബന്ധിച്ചിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങൾ. ഇന്നത്തെ പ്രൊസഷന് പോലീസ് സെക്യൂരിറ്റി ഉണ്ടാവില്ലേ? യെസ്, എനിക്കാണ് അതിന്റെ ചാർജ്. അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇടപെടരുത്. എന്താ കാര്യം? കമ്മത്തി സ്റ്റേറ്റിലേക്ക് പോലീസിനെ വിടരുത്. പുറത്തു വെച്ച് നിങ്ങൾ അവരെ തടയണം. ബാക്കി കാര്യം ഞങ്ങളേറ്റു. Come in, sir. Yes. പ്രകടനക്കാരുടെ നേരെ ആരോ ബോംബെറിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. സെക്യൂരിറ്റിക്ക് പോയ പോലീസുകാരിൽ ചിലർക്കും പരിക്കുണ്ടത്രേ. ഓ, ആ മുരുകനെ ഒരിടത്ത് വിളിച്ചിട്ടും കിട്ടുന്നില്ല. വല്ല ക്ലബിലോ ബാറിലോ പോയി കിടക്കുന്നുണ്ടാവും. അലക്സ് ഉടനെ സ്പോട്ടിലെത്തണം. അറിഞ്ഞിടത്തോളം അവിടെ വലിയ കുഴപ്പമാണ് നടക്കുന്നത്. ഫോഴ്സ് മതിയാവില്ല. സാർ റിസർവ് ക്യാമ്പിലേക്ക് വിളിക്കണം. ഏത് നരകത്തിലേക്കെങ്കിലും വിളിക്ക്, എനിക്ക് വയ്യ. പ്രഷർ കൂടിയോണ്ട് തല ചുറ്റുന്നു. സർ, സാറിന് ഫോണുണ്ട്, കമ്മീഷണർ ഓഫീസിൽ നിന്ന്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേട്ടാ. പെട്ടെന്ന് മാറ്റണോ? താമസിച്ചാൽ അവന്മാർ തമ്മിൽ തല്ലി ചാവും. ഒരു സംശയം. ഈ നേരത്തെ നിനക്ക് സംശയമാണോ വാസു? നിനക്ക് പറ്റിയോ? ഒന്നും പറ്റാതിരിക്കാനാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഹലോ, എന്താ അവിടെ പ്രോബ്ലം? പുറത്ത് സ്ട്രീറ്റിലാണ്. മോള് പേടിക്കണ്ട, നമ്മൾ ഷട്ടർ ഇട്ടിരിക്കണം. ഹലോ, അച്ഛാ. ഹലോ അച്ഛാ. എന്നെ കൊല്ലരുത്, എന്നെ ഉപദ്രവിക്കരുത്. ഞാനൊന്നും അറിഞ്ഞതല്ല. എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്നെ. അയ്യോ,
നമുക്ക് വരുത്തിയ നഷ്ടം ഇതുകൊണ്ടും തീരില്ല. സാർ ഇത് കാണുന്നില്ലേ? ഇനി ഞങ്ങൾ ഇവിടെ കൊല്ലാക്കൊല ജയിക്കണോ? ഞാൻ വിളിക്കണം സാർ. മേലാളന്മാര് മാളികപ്പുറത്തുണ്ടാവും. എന്ത് ചെയ്യണമെന്ന് ചോദിക്ക്. കിട്ടുന്നില്ലടോ ആരും. Then you give order. തോക്കും പിടിപ്പിച്ച് ഇവരെ എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇവർ നോക്കുത്തികളെ പോലെ നിൽക്കാനല്ലോ. വെള്ളം ഇല്ലെങ്കിൽ ഇതൊരു ചോര കളവാകും. ജനങ്ങൾ വെട്ടിക്കയറി ചാവും. അടുത്തത് പെട്രോൾ ബങ്കാണ്. ഈ ടൗൺ മുഴുവൻ കത്തി നശിക്കും. പ്ലീസ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ. ജനങ്ങൾ പിരിഞ്ഞു പോകണം. നിയമവിരുദ്ധമായ ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. നിയമവിരുദ്ധമായ ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. അല്ലെങ്കിൽ പോലീസ് വെടിവെക്കും. നിയമവിരുദ്ധമായ ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. അല്ലെങ്കിൽ വെടിവെക്കുന്നതാണ്. എവിടെ പോകുന്നു? സംഭവത്തിൽ മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചു. ദൂരദർശൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് താമസിച്ചപ്പോ ടെൻഷനായിരുന്നു. റോഡിലൂടെ ഒരു വണ്ടിയും വിടുന്നില്ല. മാഡം ആംബുലൻസ് അയച്ചത് ബുദ്ധിയായി. ഏൽപ്പിച്ച ജോലി ഞാൻ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അറിയാം. സിദ്ധിക്കിന് രക്ഷപ്പെടാനായില്ല. അവൻ പോലീസിന്റെ കയ്യിലാവും. അവനെ അന്വേഷിക്കാം. ഡിക്രൂസ് പോയിക്കോളൂ. സൂക്ഷിച്ചു പോണം. ജനങ്ങൾ സംഘം ചേരുന്നതും കൂട്ടം കൂടി നടക്കുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമം 144 വകുപ്പ് പ്രകാരം കർശനമായി നിരോധിക്കുന്നു. നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ്. കൊള്ള മുതൽ തിരിച്ചേൽപ്പിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 24 മണിക്കൂറിനകം അടുത്ത പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസുകളിലോ ഏൽപ്പിക്കാൻ
പോലീസ് കമ്മീഷണർ ഉത്തരവിടുന്നു. നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ്. കൊള്ള മുതൽ തിരിച്ചേൽപ്പിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 24 മണിക്കൂറകം അടുത്ത പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസിലോ ഏൽപ്പിക്കാൻ പോലീസ് കമ്മീഷൻ ഉത്തരവിടുന്നു. അല്ല, എന്ന് പോയ ആളാ? ഞാൻ വിചാരിച്ചു കടലിൽ മുങ്ങിപ്പോ. നീ ഇതോടെ സൂക്ഷിക്കണം, ആരെയും കാണിക്കരുത്. ഞാൻ വരും. ആ